ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഒരു അമ്മയുടെ ഒരു തൂണ് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു വീണ്ടും പ്രതീക്ഷിക്കാമോ ഏതെങ്കിലും തരത്തില്? ഇല്ലില്ല, ബാബുച്ചേട്ടൻ ഒന്ന് മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനം. കാര്യം കഴിഞ്ഞൊരു 25 വർഷമായിട്ട് ബാബുച്ചേട്ടൻ ഉണ്ട് അമ്മയോടൊപ്പം. സെക്രട്ടറി ആയിട്ടും ജോയിന്റ് സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഗ്യാപ്പ് വേണം, ഒരു ഇടവേള വേണം എന്ന് പറഞ്ഞ് മമ്മൂക്കയും ലാലേട്ടനും അടക്കം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാവരും മനസ്സോടെ അനുവാദം കൊടുത്തിട്ടാണ് ബാബുച്ചേട്ടൻ മാറി നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും വലിയൊരു ബാബുച്ചേട്ടൻ മാറി നിൽക്കുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ് അമ്മയ്ക്ക്. പക്ഷെ അമ്മയ്ക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി വരുന്ന ആരാണെങ്കിലും അവരെല്ലാവരും ബാബുച്ചേട്ടൻ ഉണ്ടാവും അമ്മയോടൊപ്പം. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇല്ല എന്നുള്ളതുള്ളൂ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൽ ഇല്ല എന്നുള്ളതുള്ളൂ. എന്ത് കാര്യത്തിനും എപ്പോൾ വിളിച്ചാലും ബാബുച്ചേട്ടൻ ഉണ്ടാവും. അത്രയ്ക്കധികം അമ്മയുമായിട്ട് ബാബുച്ചേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ സത്യം പറഞ്ഞ അമ്മയ്ക്ക് എല്ലാം എന്തും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും ബാബുച്ചേട്ടൻ ഉണ്ടാവും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ 30-ാം തീയതി ഇലക്ഷനാണ്. അപ്പം നല്ല ഒരു ടീം തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും അമ്മ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു. അപ്പോൾ വന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്. എന്നെ കുറിച്ച് സംസാരിച്ചാൽ സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ ജാപ്പിടി പറഞ്ഞോളൂ. അതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്താണ്ടാണ് ചാനലിലൊക്കെ കയറി ഒത്തിരി കോമഡി അടിക്കുന്ന അജിനെ കുറിച്ചേ പറയണേ. അപ്പൊ അത്ര എന്നെ കുറിച്ച് ഓക്കെ. ഞാൻ ചുമ്മാ പറയണം. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചു. സന്തോഷകരമായ ഒരു പടമായിരുന്നു. നല്ല രസമായിരുന്നു ഈ പടം. അദ്ദേഹം പടത്തിന്റെ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എപ്പോഴും ഉണ്ട്. പിന്നെ കുറെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് പോകും, എന്നാലും ഉണ്ട്. നല്ല ശ്രദ്ധയായിരുന്നു പടം. ഇനി എനിക്ക് മഹേഷ് സാറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യുക. പുള്ളി ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരു പടത്തിൽ അസോസിയേറ്റ് ചെയ്യുകയാണ്. ഒരു കൂട്ടുകാരനോ അത് കബഡി എന്ന കലാഭവമണിയുടെ പടമാണ്. ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടു. അതിനുശേഷം അദ്ദേഹം വേറെ പടങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ചില പടത്തിൽ ഞാനില്ല, വേറൊരു പടത്തിൽ പുള്ളി വേറെ ഒരു വർക്കിൽ വെച്ച് അവിടെ വെച്ച് കണ്ടു. പിന്നെ എന്നോട് ഈ കാര്യം സംസാരിച്ചു. എനിക്ക് അന്ന് തൊട്ടിന്ന് വരെ നല്ലൊരു സ്നേഹവും ബഹുമാനം തരുന്ന ഒരു ഡയറക്ടർ. പിന്നെ ഇദ്ദേഹം ഇത് ദീപു എന്ന് പറയും. ഇദ്ദേഹം കൺട്രോളറാണ് സിനിമയുടെ. ഇതിൽ അഭിമാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. റോമൻസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ 150 ദിവസം ഓടിയൊരു പടമാണ്. അത് കൊടൈക്കനാലിൽ വെച്ചിട്ട് അന്ന് ഭയങ്കര പ്രശ്നമായിട്ട് ഈ ഫോൺ കോളും ഒന്നും വലിയ കാര്യമായിട്ടില്ലാത്ത സമയമൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റേഞ്ചൊന്നും ഇല്ലാത്ത ആ സമയത്തൊക്കെ നിന്ന് കൈകാര്യം ചെയ്ത അദ്ദേഹമാണ് ദീപു ട്രിവാൻഡ്രം. അദ്ദേഹത്തിൻ്റെ അനിയൻ അമ്പിളി ഡയറക്ടറാണ്. ഇത് ഇടകാലം കൊണ്ട് ഒരു ചെറിയൊരു പാരലൈസ്, ഇത് ചെറിയ പ്രശ്നം വന്നിട്ട് ശരിയായി. അദ്ദേഹവും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പടം ഏറ്റെടുത്തു. പിന്നെ ധ്യാൻ ഉണ്ട് ഈ പടത്തിൽ, ഷാരോനുണ്ട്, അജയനുണ്ട്. ഇദ്ദേഹം ഇതിനകത്തൊരു മനോഹരമായിട്ടുള്ള നല്ല പെട്ടിക്കുന്ന ഉഗ്രം വേഷമാണ് ചെയ്തേക്കുന്നത്. നല്ല ഗംഭീരമാർന്ന ഒരു വേഷമാണ് ചെയ്തേക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു വേഷം ചെയ്തേക്കുന്നത്. ഞാൻ ബെന്നീസിനെ കുറിച്ച് ഞാൻ തൊട്ട് കാണിച്ചത് സോറി പറയുമ്പോ മാറിപ്പോയി. ഷാജോൺ പോലീസ് ഉദ്യോഗസ്ഥനും ഇദ്ദേഹം പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, അത് ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം ഒരു കുഞ്ഞു സിനിമയെ കുറിച്ച് ഞങ്ങളെല്ലാവരും സംസാരിച്ചപ്പോൾ, ഒരു കൊച്ചു സിനിമയാണിത്. ഞങ്ങൾ എല്ലാവരും വലിയ പടത്തിലും ചെറിയ പടത്തിലും കുഞ്ഞു പടത്തിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് പടത്തിലും ഒക്കെ അഭിനയിക്കുന്ന. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലാണ്. ഞങ്ങൾ ആര് വിളിച്ചാലും പോകണം. ഞങ്ങൾ പൈസ കിട്ടുന്ന പൈസ പടത്തിൽ മാത്രമേ പോകുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധേയമാവുന്ന പടത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒന്നുമല്ല നമ്മുടെ കാര്യം. നമ്മളൊന്ന് വർക്ക് ചെയ്തു. ആ പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണെന്ന് പറഞ്ഞാൽ അഭിമാനമുണ്ട്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക പടം. തിയേറ്ററിൽ നിന്ന് പറഞ്ഞൊന്നും വിട്ട പടമൊന്നുമല്ല. നല്ല കുടുംബ സാഹസൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് പടത്തിനകത്തേക്ക്. ഏതായാലും ഈ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് ഈ പറഞ്ഞ പടത്തിനകത്ത് എനിക്ക് അതിനകത്തൊരു വേഷം തന്നതിന് ഞാൻ മഹേഷ് സാറിനോട് നന്ദി പറയുന്നു, ഇദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. എന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം എന്നാൽ അയാളെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നു. പിന്നെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള ഇവർ രണ്ടുപേരും കൂടെ ഉണ്ട്. അവരുമായിട്ട് മാന്യമായിട്ട് ഞങ്ങളൊരു കുഞ്ഞു പടം ചെയ്തു. ആ കുഞ്ഞു പടം ഓടിക്കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞു പടം ഞങ്ങൾക്കൊരു വലിയ പടമാണ്. മൊത്തത്തിലൊരു വലിയ പടമാണ് അത്, കുഞ്ഞു പടമൊന്നുമല്ല. അപ്പം ഈ പടം ഇനിയും ആൾക്കാർ കാണണം. എല്ലാവരും ചെന്ന് കുടുംബസമേതം കാണണം, കുടുംബശ്രീയും കുഞ്ഞാടും. അപ്പം എനിക്ക് നന്ദി മാത്രമേ പറയാം. എല്ലാവരും ഈ പടത്തിനെ കുറിച്ച് നിങ്ങളാണെങ്കിലും
കണ്ടിട്ടുള്ളവരോ ഇനി കാണാനുള്ളവരോ എല്ലാം കണ്ടിട്ട് അപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു വെച്ചാൽ ഒരു ചെറിയ പടം ഒരു നല്ല രീതിയിൽ അങ്ങ് പോയേക്കുക. അപ്പോൾ ഒന്ന് കാണുക, സഹകരിക്കുക, ഞങ്ങളൊക്കെ ഒന്ന് അനുഗ്രഹിക്കുക. ഇനി ബാക്കി പറയാനുള്ളത് താങ്ക് യു. അവർ പ്രൊഡക്ഷൻ കൺട്രോളിൽ പറയുന്നില്ല എന്ന്, പക്ഷേ സംസാരിക്കണം. ജസ്റ്റ് 2 വാക്ക്. നമ്മുടെ പടത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഞങ്ങൾ വെല്ലറി പ്രാവിന്റെ ചങ്ങാതി മുതലാണ് ഒന്നിച്ച് വർക്കാൻ നോക്കി ആ സമയം മുതൽ. അപ്പം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാള് ഇറക്കി. അതുപോലെ തന്നെ മൈലാഞ്ചി മഞ്ചുള്ള വീട് മുതലാണ് അല്ലെ ഷാജേട്ടൻ ഇറക്കിയത്. വർഷം ഒരുപാട് വർഷമായിട്ട് കാണുന്നതാണ്. അപ്പൊ എന്തായാലും 2 വാക്ക് നമ്മളോട് ഒരു ആശംസകൾ. നന്ദി, ആശംസ. നമ്മുടെ സംവിധായകൻ മൈത്രി ശ്രീനിവാസൻ എന്തെങ്കിലും സംസാരിക്കാം. നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ പടത്തെ കുറിച്ച് ചോദിച്ചോളൂ. അല്ലെന്ന് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ചോദിക്കാമല്ലോ. ചോദിക്കുന്നേ അല്ല പിന്നെ എന്നാ പ്രൊഡ്യൂസറോട് തന്നെയാണ്. അവര് കണ്ടോ? അല്ല അതെന്നാന്നറിയോ, നമ്മൾ ഈ പ്രൊഡ്യൂസറിന് പാവാന്ന് അവർക്ക് മനസ്സിലായില്ലല്ലോ. ഇതിന് പല പടം പിടിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. ആദ്യമായി പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്ര വലിയ താരതരയുണ്ട്. അതിൽ തന്നെ ലീഡായിട്ട് നല്ലൊരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. ഇത്ര ദിവസങ്ങളോട് അതിന് സക്സസ്ഫുൾ ആയിട്ട് കൺഗ്രാറ്റ്സ് പറയുകയാണ്. അപ്പം ഇനിയും പടം ചെയ്യണം. ഇപ്പോഴും ഇവരുമായിട്ട് തന്നെ പിന്നെയും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നും പറയുന്നു. അപ്പം നോർമലി ഇപ്പോൾ കുറച്ചും മുമ്പേ ചേട്ടൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഞാൻ. ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ വന്നിട്ട് അധികം സക്സസ്ഫുൾ ആയില്ലേ തന്നെ എന്നാൽ സിനിമ വേണ്ട, ഞാൻ കുറച്ചാളോട് ബിസിനസ് ചെയ്യാം, സേഫായിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇനിയും സിനിമ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്താണ്? ഈ പടം കുഴപ്പമില്ലാതെ ഓടിയതുകൊണ്ട്. സിനിമ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് ആയിട്ട് എടുത്തിട്ടില്ല. സിനിമ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പാഷനാണ്. അപ്പോൾ അതിനകത്ത് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാഭമോ നഷ്ടങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല. നല്ല പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുക. ഓക്കെ, അത് എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ വർക്ക് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ഐ വിൽ ഡു ഇറ്റ് അഗൈൻ. ഇനി ആക്ടിങ് തന്നെയാണോ പ്രൊഡ്യൂസർ നോക്കാൻ തന്നെയാണോ? അല്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ അകത്ത് ഞാൻ ഒരു റോൾ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രോജക്റ്റ് കുറച്ചുകൂടി ഒരു ഇന്റിമസി തോന്നുന്നു. അതാണ് അതിന്റെ കാരണം. കാരണം ഞാൻ കുറച്ചുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പ്രോജക്റ്റിനോട്. സോ ഐ എൻജോയ് മോർ വെൻ ഐ ഡു ദാറ്റ്. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഐ വിൽ. അജയ് ചേട്ടാ, ചേട്ടന്റെ സംവിധാനത്തിന് ചിത്രം എപ്പോഴാണ്? ഞാനൊരു ചൂണ്ടാക്കിയിട്ടിരിക്കും. ഇതുപോലെ ആരെങ്കിലും വന്ന് പടട്ടെ. പ്രതീക്ഷിക്കാം. ആഗ്രഹമുണ്ട്. ഒരു ചെറിയൊരു ത്രണ്ടൊക്കെ മനസ്സിലുണ്ട്. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്ന് എപ്പോൾ എങ്ങനെയൊന്നും പറയാറായിട്ടില്ല. കാരണം ഇപ്പൊ അത്യാവശ്യം ചില കമ്മിറ്റ്മെന്റുകളുമായിട്ട് പോകുന്നത് കൊണ്ടും നമ്മുടെ അത്ഭുത ദ്വീപ് 2 ഒക്കെ ഇനി വരാനുണ്ട്. അതിലൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞിട്ട്, കാരണം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ഒരു 3 മാസം നമ്മൾ അതിനുവേണ്ടി തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യം ആയതുകൊണ്ടും ഇനി സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഇരിക്കണമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാലും ഒരു സിനിമ കൂടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട്. സന്തോഷം ചോദിച്ചത്. പുതിയ പ്രോജക്ട്സ് ആക്ടിങ് ഇനിയിപ്പം ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത് ഔസേപ്പി ഡൊസിത്ത് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ശരത് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറാണത്. ഞാനും നമ്മുടെ ദിലീഷ് പോത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ കുട്ടേട്ടൻ, കനി കുസൃതി, അങ്ങനെ നല്ലൊരു താരനിരയുണ്ട്. വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് 6th തുടങ്ങുന്നത്. അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇനിയിപ്പം ഇമ്മീഡിയറ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്യുന്നത് ബ്രോമാൻസ് എന്ന് പറയുന്നൊരു സിനിമയാണ്. നമ്മുടെ ജോൻജോടെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് അർജുന അശോകനും നമ്മുടെ സംഗീത്, നമ്മുടെ പ്രേമലൂലെ പേരാണല്ലോ, പിന്നെ മാത്യൂസ്, മഹിമ നമ്പ്യാർ, ഞങ്ങൾ 5 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ അതാണ് അതിന് ശേഷം ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതിന് പുറകെ സിനിമകളുണ്ട്. അതൊക്കെ തുടങ്ങുന്നു പറയാം. കനി കുസൃതി ക്യാരക്ടർ എടുത്തത് ഇതിന് ഈ ക്യാൻ അല്ല, ഇതൊക്കെ കുറെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കഥ കേട്ട് കമ്മിറ്റ് ചെയ്യുന്നത്. കുറെ മുൻപുള്ള റമ്മിയുടെ വേഷം കൂട്ടിയോ? ഇല്ല അങ്ങനൊന്നുമില്ലേ.
ഇനി ഒരിക്കലും അങ്ങനെ ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ വളരെ വലിയ അടുപ്പമില്ല. ഞങ്ങൾ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ അവരെ കുറിച്ച് അറിഞ്ഞത്രയും അവരങ്ങനെയുള്ളൊരു ആളല്ല. എനിക്കൊന്നും മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ആരും അങ്ങനെ പെട്ടെന്ന് ഒരു സക്സസ് വരുമ്പോൾ അതിന്റെ പേരിൽ ശമ്പളം കൂട്ടുന്ന ആളുകളല്ല. നമ്മൾ മുൻപ് കേട്ടങ്ങനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ സിനിമയ്ക്ക് നല്ലൊരു മൈലേജ് ആയിരിക്കും ഇത്. അതെ അതെ, തീർച്ചയായും ഇനിയുള്ളത് വലിയൊരു മൈലേജ് തന്നെയാണ് ആ സിനിമയ്ക്ക്. എന്നെ കൊന്നില്ലേ മതിനകത്ത്, വെടിവെക്കൊന്നില്ലേ? ഞാൻ രാജനോട് പറഞ്ഞാൽ ഒന്ന് കണ്ണിറക്കി കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞു ലൂസിഫറിൽ. അപ്പൊ അതുകൊണ്ട് ഇതിലില്ല, എമ്പുരാനില്ല. ഡയറക്ഷൻ നടക്കുന്നു, അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ്. അപ്പൊ അത് ആകുമ്പോൾ പറയാം, ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ സിനിമയാണല്ലോ നമ്മുടെ ജീവിതം. അപ്പം സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്ഷനും എഴുത്തും ഒക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവനെ പോലെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. എഴുതുന്ന പടത്തിലും പോലീസ് ആണോ? ഇല്ല, ഇപ്പൊ വരുന്ന ഈ സിനിമകളിലൊന്നും പോലീസ് അല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ചില സിനിമകൾ പോലീസ് ആണെന്ന്, പോലീസ് ഞാനിപ്പോ ഈ താടി വളർത്തിയിരിക്കുന്നത് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ വേറൊരു സിനിമയിൽ താടി വളർത്തിയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാലോ, അല്ലെങ്കിൽ നമുക്കൊരു അവർക്കൊരു അപ്പം അന്നേരമാണ് ഈ അടുത്തൊരു വീണ്ടും വിളിച്ചത്, ഈ പോലീസ് കുഴപ്പമില്ല, ശബരിമലയിലെ താടി കുഴപ്പമില്ല. അശോകേട്ടന് മാത്രമുള്ള ലൈസൻസ് ആണ് താടി വെച്ച് പോലീസായിട്ട് അഭിനയിക്കുക. പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു കുറവായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം സ്ഥിരമായിട്ട് ആ ഒരു ഇല്ല, സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സ് ഓരോ നോക്കി കഴിഞ്ഞാൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ കഥയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരിക്കും. അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് ഓരോ കഥാപാത്രത്തിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ടൈപ്പ് പോലീസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ അപ്പൊ അതല്ലാതെയും ചെയ്തിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൂടിയാണ്. ജാഫർക്ക് പ്രേക്ഷകരെ ഞെട്ടിക്കാനായിട്ട് ഒരു കഥാപാത്രം പ്രതീക്ഷിക്കാമോ? ലിറ്റിൽ ഹാർട്സിലെ കഥാപാത്രമൊക്കെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ ഞെട്ടിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഒരു വേറെ ലെവൽ ചുരുളിയിലെ പോലത്തെ അത്ര ഇന്റൻസ് ഉള്ള കഥാപാത്രങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ടോ? എവിടെയൊക്കെ വരൂലേ. നമ്മളിപ്പോ എന്റെ വാപ്പായോ എന്റെ ഇക്കായോ എന്റെ സഹോദരങ്ങളോ എന്റെ സ്വന്തക്കാരോ ബന്ധക്കാരുണ്ട് സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസർ, അവര് ഡയറക്ടറൊക്കെ ആയിട്ട് അവരെല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു ഇതിൽ വിളിക്കുന്നു, അവർ തരുന്ന സാധനം ചെയ്യുന്നു. എനിക്ക് അരി മേടിക്കണം, എൻ്റെ കുടുംബാംഗങ്ങളെ നോക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി ചില്ലറ വേണം. അതിനകത്ത് നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ പൈസ മേടിക്കുന്നു, അതേ ഉള്ളൂ. അതിനകത്ത് ഇപ്പം നല്ല വേഷമാണോ, ഇപ്പൊ കഥ പറയാൻ പറ്റുന്നതിലേക്ക് താടിയുണ്ടോ, താടിയുണ്ടോ, അപ്പൊ താടിയൊക്കെ വെച്ച് വെക്കുക, വേണ്ടെങ്കിൽ പഠിച്ചോളാം, വേണമെങ്കിൽ താടി വേണമല്ലോ, വെച്ച് പിടിപ്പിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഓളായിട്ടൊക്കെ നടക്കുക, അതുണ്ടോ താടിയൊക്കെ വെച്ച് വെക്കുക. അപ്പൊ ഇതായിട്ട് നടക്കുക. അപ്പം അങ്ങ് പോകും. ഈ നമ്മുടെ ഈ ഗൾഫിലൊക്കെ ചെന്നുള്ള ആൾക്കാർക്ക് അറിയും ടാക്സി വണ്ടിയില്ലേ, എല്ലായിടത്തും എഴുതി വെച്ചാൽ മറ്റേ ടാക്സി വണ്ടി ഇങ്ങനെ ചുമ്മാ നമ്മൾ നോക്കുമ്പോൾ ഡ്രൈവർ മാത്രം പോകണം. പിന്നെ അവിടെ എല്ലാം കറങ്ങി നടക്കും. എന്നാ പറയാം, എപ്പോഴത്തേക്കും ആളെ കിട്ടാൻ അവിടെ നമ്മൾ താടിയും വെച്ചോണ്ട് കറങ്ങി നടക്കണം. എവിടെയെങ്കിലും ആരെങ്കിലും വിളിക്കുമ്പോൾ അവിടെ പോയി അതിയും താടിയുണ്ട് താടിയില്ല അങ്ങനെ പോകും. അതിനകത്ത് വലിയ ഇതിനൊന്നും വലിയ ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. അതാണ് അപ്പൊ കിട്ടുന്നു ചെയ്യുന്നു. സുഹൃത്ത് പറഞ്ഞപ്പോഴേ ആരോ ഞാനോ ജീവിതത്തിൽ ആരും പറയില്ല, നീയാ പറയുള്ളൂ. ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മോൻ പറഞ്ഞോളൂ ഞാൻ ഡയറക്ഷനോ അവര് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കറിയാം. നീ ഇപ്പൊ ക്യാമറ നിനക്ക് എല്ലാ ലെൻസും അറിയാം, എല്ലാ ലെൻസിനെ കുറിച്ച് അറിയാം, ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ഒരു ലെൻസിനെ കുറിച്ച് ചോദിച്ചു പറയാം. ഞാനിപ്പോ ഒരു പടത്തിൽ ഒരു ഷോട്ട് എടുക്കുന്ന ഒരു ലെൻസിനെ കുറിച്ച് പറയാം. അപ്പൊ ഞാനും പറയാം എനിക്ക് ആ തൊഴിലറിയും, അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്ന മാത്രമേ ഉള്ളൂ. പൊന്നനിയാ പോകും. സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിലേ ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ ചോദിച്ചപ്പോൾ അത് ഞാൻ വിട്ടുപോയാൽ അത് ഇതാവണ്ടെന്ന് വെച്ചിട്ട്, പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആഗസ്റ്റ് ലാസ്റ്റോട് കൂടി ഇറങ്ങി. 916 കുഞ്ഞൂട്ടൻ എന്നാണ് പടത്തിന്റെ ടൈറ്റിൽ. ലാലേട്ടനാണ് ടൈറ്റിലൊക്കെ അനൗൺസ് ചെയ്തത്. അതിന്റെ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് പറയാൻ വിട്ടുപോയി. 916 കുഞ്ഞൂട്ടൻ പകുതിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 916 ഞാനുണ്ട്. ഇത് 916 കുഞ്ഞൂട്ടനല്ലേ? അതിലില്ലല്ലോ. നന്നായി. കുഞ്ഞിനെ വന്ന പടവാ. അപ്പം നമുക്ക്
അല്ല, ഇനി ചോദിക്കാം. മാഷേട്ടൻ ഇപ്പൊ ചെയ്ത സിനിമകളെല്ലാം അത്യാവശ്യം പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളല്ലേ മാഷേട്ടൻ ചെയ്തത്. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഡ്യൂസറെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ഒരു സിനിമയ്ക്ക്? ശരിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മുടെ ഒരു സബ്ജക്റ്റ് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നൊരു സത്യമാണ്. അത് കഴിഞ്ഞൊരു ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ബെന്നീസിനെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറുണ്ട് സബ്ജക്റ്റ് ഇടാൻ പറയുന്നത്. അങ്ങനെ ഞാനൊരു ചെറിയ സബ്ജക്റ്റാണ് പുള്ളി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ചെറിയ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു. അവനും കൂടെ പറഞ്ഞു ഓക്കെ അത് നമുക്ക് ഇരിക്കാമെന്ന്. അങ്ങനെ ഇരുന്നു ഉണ്ടായതാണ് ഈ സിനിമ. ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുക ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടാണ് ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കിട്ടുന്നത്. അതായത് മെയിൻ ലീഡ് റോൾ ചെയ്യുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രശ്നമാണ്. പക്ഷെ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് ഈ പടത്തിൽ ഉണ്ടായില്ല. ധ്യാനോട് കഥ പറഞ്ഞു, ധ്യാനമൊക്കെ പറഞ്ഞു. ഷാജുവിന് പോയി വീട്ടിൽ പോയി കഥ പറഞ്ഞു, ഷാജുവിനൊക്കെ ആയി. പിന്നെ അജയനോട് ഞാൻ കഥ പറഞ്ഞില്ല, അജയൻ എൻ്റെ കൂടെ അഭിനയിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. അവിടെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ അജയനല്ലാതെ വേറെ ആരും ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇവരെല്ലാവരും എന്നോട് വളരെയേറെ സഹകരിച്ചു. അതിനേക്കാൾ എനിക്ക് നന്ദി പറയേണ്ട ഒരു പ്രൊഡ്യൂസറോടാണ്. ഞാനൊരു കഥ പറഞ്ഞു, അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അത് തീർക്കാനുള്ള കാരണം അങ്ങനെയല്ലോ. ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, പടം നിന്ന് പോവുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആർട്ടിസ്റ്റുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടെ അവരുടെ ബാക്കി ഡേ ടു ഡേ എക്സ്പെൻസ് എന്തായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പടം നല്ലതുപോലെ തന്നെ തിയേറ്ററിൽ എത്തിക്കാനും എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ എന്നെ സഹായിച്ചു. അപ്പോൾ നല്ലതുപോലെ പോകുന്നുണ്ട്. അതിലും വളരെ സന്തോഷം. അത് എന്നോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനോടൊപ്പം എന്നോടൊപ്പം അന്നോട് ഏകദേശം 1.5 വർഷമായി ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ പിറകിലുണ്ട്. എന്നോടൊപ്പം അന്നോട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രൊഡ്യൂസർക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്നോട് സഹായിച്ച എൻ്റെ ടെക്നീഷ്യന്മാർ, ക്യാമറമാൻ ലോവല്, കോസ്റ്റ്യൂമർ, പിന്നെ ഭക്തൻ മങ്ങാട്, ആർട്ട് രാധാകൃഷ്ണൻ, പിന്നെ എഡിറ്റർ രാജ മുഹമ്മദ്, അറിയാലോ നാഷണൽ അവാർഡ് വഴി അവരൊക്കെ എന്നോട് വളരെ സഹകരിച്ചിട്ടാണ് പ്രോജക്റ്റ്. ഒരുവിധം ഞാൻ പറഞ്ഞ ഭയങ്കര സിനിമയല്ല ഇത്. നിങ്ങൾ ഞാൻ വന്ന് തള്ളിമറിക്കാൻ പറ്റുന്ന ഭയങ്കര സിനിമയൊന്നുമില്ല. വലിയ വലിയ സിനിമകൾ ഓടുന്നതിനിടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന ഒരു കൊച്ചു സിനിമ, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ആക്ഷൻ ഇല്ല, ത്രില്ലറില്ല, വയലൻസ് ഇല്ല, ഒന്നുമില്ല എന്നർത്ഥം. ഫാമിലിയോടെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ. കണ്ടവരാരും മോശം പറഞ്ഞില്ല. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമ സക്സസ് ആയതുകൊണ്ട് തന്നെ മാഷേട്ടൻ അടുത്ത പടം ഉടനെ ഉണ്ടോ? അങ്ങനെ ഒരു പടം ഓടിയെന്ന് ചോദിച്ചാൽ എന്നെ തേടി വരാൻ ഞാൻ അത്ര വലിയ ഡയറക്ടറൊന്നും ആയിട്ടില്ല. അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. വരുമായിരിക്കും. പ്രോജക്റ്റ് സംസാരിക്കുന്നു, നടക്കുന്ന സിനിമയാണ്, നടന്നു പറയാം. അത്രേ ഉള്ളൂ. ഷാൻ ചേട്ടാ, ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം അമ്മയുടെ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ്